നമസ്കാരം. സോഷ്യൽ മീഡിയയിൽ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ഏറ്റവും അധികം ചർച്ചയാകുന്ന വിഷയം ദിയയുടെ കാര്യങ്ങളാണ്. ദിയയുടെ വീട്ടിൽ നടക്കുന്ന ഓരോ സംഭവങ്ങളും സോഷ്യൽ മീഡിയ ഏറ്റെടുക്കുകയാണ്. ചെറുതും വലുതുമായ വിശേഷങ്ങളെല്ലാം സോഷ്യൽ മീഡിയയിലൂടെ ദിയ പങ്കുവയ്ക്കുമ്പോൾ അത് പ്രേക്ഷകർ ഇരു കൈയും നീട്ടി സ്വീകരിക്കാറുമുണ്ട്. അഹാനകൃഷ്ണയുടെയും ദിയയുടെയും സിന്ധുവിന്റെയും ബ്ലോഗുകളിലൂടെയും നവ മാധ്യമങ്ങളിലെ പോസ്റ്റുകളിലൂടെയുമാണ് കസിനായ തൻവി സുധീർ ഘോഷിനെ പ്രേക്ഷകർക്ക് പരിചിതമാകുന്നത്. സിന്ധുവിന്റെ സഹോദരിയുടെ മകളാണ് തൻവി. ഉപരിപഠനത്തിനായി കാനഡയിലേക്ക് പോയ തൻവി കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി ജോലിയും മറ്റുമായി അവിടെ സെറ്റിലാണ്. ദിയയുടെയും അശ്വിന്റെയും വിവാഹത്തിൽ പങ്കെടുക്കാനാണ് തൻവി അവസാനമായി തന്നെ നാട്ടിലും വന്നത്. ദിയയുടെ പ്രായം മാത്രമുള്ള തൻവി 20കളുടെ തുടക്കത്തിൽ തന്നെ വിവാഹിതമായിട്ടുണ്ടായിരുന്നു. ഇന്ന് 4 വയസ്സുകാരൻ ലിയോയുടെ അമ്മ കൂടിയാണ് 27കാരി. കാനഡയിലേക്ക് പോകുന്നതിന് മുൻപായിരുന്നു തൻവിയുടെ വിവാഹം. വലിയ താല്പര്യമില്ലാതെ നടന്ന വിവാഹമാണെന്ന് തൻവി തന്നെ തുറന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ തൻവി വിവാഹമോചനത്തിലുള്ള നടപടികൾ ചെയ്യുകയാണ്. ഭർത്താവും കാനഡയിൽ തന്നെയാണ് ജോലി ചെയ്യുന്നത്. പക്ഷേ വ്യത്യസ്ത സ്ഥലങ്ങളിലാണെന്ന് മാത്രം. ഗർഭകാലം, പ്രസവം എന്നീ സമയങ്ങളിലെല്ലാം തൻവി ഒറ്റയ്ക്കായിരുന്നു. ഭർത്താവിൻ്റെയും കുടുംബത്തിൻ്റെയും സഹായം ലഭിച്ചിരുന്നില്ല. 4 വർഷമായി ഇപ്പോഴും തൻവി സിംഗിൾ മദറായിരുന്നു. എന്നാൽ മകന് ഏറ്റവും നല്ല സാഹചര്യത്തിൽ മെച്ചപ്പെട്ട വിദ്യാഭ്യാസവും സ്നേഹവും പരിചരണവും നൽകിയാണ് തൻവി വളർത്തുന്നത്. യൂട്യൂബർ കൂടിയായ തൻവി പങ്കിട്ട പുതിയ വീഡിയോയാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ശ്രദ്ധ നേടുന്നതും. ഏറെ നാളത്തെ ആഗ്രഹത്തിന് പുറത്ത് വാങ്ങിയ പുതിയ ആപ്പിൾ വാച്ചിന്റെ എപ്പിസോഡ് ആയിരുന്നു. അൺബോക്സിങ്ങും ഡൈവോഴ്സും എല്ലാം തന്നെ ഉൾപ്പെടുത്തിയ ഒരു വ്ലോഗായിരുന്നു തൻവി പുറത്തുവിട്ടത്. പുതിയ ആപ്പിൾ വാച്ചും എയർപോർട്ടും ഡെലിവേർഡായി. iWatch 10 ആണ് വാങ്ങിയത്. എൻ്റെ കയ്യിൽ നേരത്തെ തന്നെ ഒരു വാച്ചുണ്ട്. 3-4 വർഷത്തെ പഴക്കമുണ്ട്. മാത്രമല്ല ബാറ്ററിയിൽ ചാർജ് നിൽക്കുന്നില്ല. വിറ്റുമാറി വാങ്ങുന്നതിനെ കുറിച്ചുള്ള അന്വേഷണങ്ങൾ നടത്തിയപ്പോഴാണ് വലിയ പൈസയൊന്നും കിട്ടില്ല എന്ന് മനസ്സിലായത്. അതുകൊണ്ട് തന്നെ പുതിയ ഒരെണ്ണം തന്നെ വാങ്ങാനാണ് തീരുമാനിച്ചത്. ഇത്രയും കഷ്ടപ്പെട്ട് ജോലി ചെയ്യുന്നതല്ലേ, എനിക്ക് എന്നെ തന്നെ സ്പോയിൽ ചെയ്യണമെന്ന് തോന്നി. അങ്ങനെയാണ് വാച്ചും എയർപോർട്ടും എല്ലാം വാങ്ങിയത്. ഇടയ്ക്ക് ഞാൻ ഇതുപോലെ എനിക്കായി ഷൂവൊക്കെ വാങ്ങാറുണ്ട്. എനിക്ക് വേണ്ടി എന്തെങ്കിലുമൊക്കെ സാധനം വാങ്ങുമ്പോൾ എനിക്കും ഒരു സന്തോഷമാണ്. ഞാൻ തന്നെ സമ്പാദിച്ച പൈസയാണല്ലോ. വാങ്ങുന്നതിന് മുൻപ് തൻവി പറയുന്നു. അടുത്ത മാസം ലിയോവിൻ്റെ ബർത്ത്ഡേ കൂടിയാണ്. ഞാനും ജോയും, അതായത് ഭർത്താവും, ഒരുമിച്ചാണ് ലിയോവിൻ്റെ പിറന്നാൾ ആഘോഷിക്കാൻ പോകുന്നത്. പുള്ളി ഇനുവിനെ എന്നൊരു സ്ഥലത്തിലാണ് താമസം. ഞങ്ങൾ 2 പേരും ഒപ്പം പിറന്നാൾ ആഘോഷിക്കുന്നതിന് ലിയോ ആഗ്രഹിക്കുന്നത്. എൻ്റെ ഡൈവോഴ്സിൻ്റെ അപ്ഡേറ്റും നിങ്ങളോട് ഞാൻ പറയാം. ഞങ്ങളുടെ കയ്യിൽ നിന്നും മധ്യസ്ഥരുള്ള ഒരു ഒത്തുതീർപ്പാക്കാൻ അവർ പ്രതീക്ഷിക്കുന്നുണ്ട്. ഞങ്ങളും ഇപ്പോൾ കുഴപ്പമില്ലാതെ സംസാരിക്കുന്നുമുണ്ട്. ലിയോയുടെ പിറന്നാൾ ഒരുമിച്ച് സെലിബ്രേറ്റ് ചെയ്യാനും തീരുമാനിച്ചിട്ടുണ്ട്. അടുത്ത മാസം അദ്ദേഹത്തിൻ്റെ അടുത്തേക്ക് ഞാൻ പോകാനാണ് തൻവി പറയുന്നത്. വീഡിയോ പ്രതീക്ഷപ്പെട്ടതോടെ തൻവിയുടെ സ്ഥിരം പ്രേക്ഷകരെല്ലാം കമൻറ്റുമായി എത്തി. മകൻ ലിയോയുടെ സന്തോഷം പരിഗണിച്ചായിരിക്കും വേർപിരിയാതിരിക്കുന്നത് എന്നാണ് ചിലർ ഉപദേശിക്കുന്നത്. ഉപദേശ കമൻറ്റുകൾ ഒരുപാട് വരും. പക്ഷേ ദാമ്പത്യം സന്തോഷവും സംതൃപ്തിയും ഇല്ലെങ്കിൽ ഒരിക്കലും ആ ബന്ധം മുന്നോട്ട് കൊണ്ടുപോകരുത് എന്നാണ് മറ്റു ചിലർ പറയുന്നത്. എല്ലാ സ്ത്രീകൾക്കും ദിയയ്ക്ക് ലഭിച്ചതുപോലെ അശ്വിനെ പോലെ ഒരു പങ്കാളിയെ കിട്ടിയിരുന്നെങ്കിൽ നന്നായനെ എന്നും കമൻറ്റുണ്ട്. തൻവിയുടെ കുട്ടിക്കാലത്തെ തന്നെ മാതാപിതാക്കൾ വിവാഹമോചിതരുമായിരുന്നു. സോഷ്യൽ മീഡിയ മുഴുവൻ ഇപ്പോൾ ദിയയുടെ കുടുംബത്തെ ചുറ്റിപ്പറ്റിയുള്ള വാർത്തകൾ തന്നെയാണ് സമൂഹ മാധ്യമങ്ങളിലും ശ്രദ്ധ നേടുന്നത്. നിങ്ങൾക്ക് ദിയയുടെ കുടുംബത്തെ പറ്റിയും തൻവിയുടെ ഈ ഒരു വിവാഹമോചനത്തെ പറ്റിയും ദിയയുടെ ഭർത്താവ് അശ്വിനെ പറ്റിയുമുള്ള അഭിപ്രായങ്ങൾ എന്താണെന്ന് താഴെ വീഡിയോയ്ക്ക് താഴെ കമൻറ്റ് ചെയ്ത് പറയാൻ മറക്കല്ലേ ഫ്രണ്ട്സ്. വാർത്തകളും വിശേഷവും ഉടനെ അറിയാൻ നമ്മുടെ വീഡിയോ ലൈക്ക് ചെയ്ത് ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ.